അപ്പം അതാണ് പ്രൊഫഷണൽ സമ്മറി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ സ്കില്ലുകൾ എഴുതുക. രണ്ടാമത്തെ പ്രൊഫഷണൽ സമ്മറി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ലുകളൊക്കെ എഴുതുക. എന്തൊക്കെ സ്കില്ലുണ്ട് ആ സ്കില്ല് എഴുതുമ്പോൾ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കില്ലുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതാണ് പ്രധാനം. എൻ്റെ കമ്പനിക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ സമ്മറി ഉണ്ടാക്കുമ്പോൾ, നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് പറയേണ്ടത്, നിങ്ങൾ ആരാണെന്ന് പറയുന്നത് അതാണ്. ഞാൻ ഇന്ന സാധനം പഠിച്ചിട്ടുണ്ട്, എൻ്റെ ഇന്ന സ്കില്ലുകളൊക്കെ വെച്ചിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പ്രൊജക്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിൽ നമുക്കൊരു അക്കംപ്ലിഷ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ സാധനം ചെയ്തില്ലേ, അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് കാണിക്കാൻ പറയും. ക്വാണ്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോൾ 10% അതിൻ്റെ പ്രോസസ്സ് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പീഡ് കൂടി അല്ലെങ്കിൽ എഫിഷ്യൻസി കൂടി. അപ്പം നമ്മളതിനെ ഏത് വർക്കിനെയും ക്വാണ്ടിഫൈ ചെയ്ത് പറയാം. ഞാൻ ഇങ്ങനെ തന്നെ കാര്യം ചെയ്തപ്പോൾ സെയിൽസ് 10% വർദ്ധിച്ചു, അല്ലെങ്കിൽ HR-ൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടി. അപ്പോൾ നമ്മളൊരു ഒരു മാസം 200 ആളെടുത്തിരുന്നത് ഞങ്ങളെ പ്രോസസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ 350 ആളെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ പേപ്പറുകളൊക്കെ കോൺട്രാക്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇന്ന രീതിയിൽ ചെയ്തപ്പോൾ നമുക്ക് ഒരു മാസം 100 ആൾക്കാർക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുവരെ നമ്മൾ 60 ആൾക്കാരെ കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ അതുകൊണ്ട് സമയം തീരുന്നു, ടൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെയ്തതിനെ ക്വാണ്ടിഫൈ ചെയ്ത് കാണിക്കാൻ പറ്റുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ സ്കില്ലൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാം. ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞു, എൻ്റെ കയ്യിൽ എൻ്റെ സാമ്പിൾസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമ്മളെ സമയത്തിനനുസരിച്ച് കാണിച്ചു തരാം. അപ്പം അതാണ് പ്രൊഫഷണൽ സമ്മറി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ സ്കില്ലുകൾ എഴുതുക. രണ്ടാമത്തെ പ്രൊഫഷണൽ സമ്മറി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ലുകളൊക്കെ എഴുതുക. എന്തൊക്കെ സ്കില്ലുണ്ട് ആ സ്കില്ല് എഴുതുമ്പോൾ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കില്ലുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതാണ് പ്രധാനം. ഒരു ബന്ധമില്ലാത്ത സ്കില്ല് എഴുതി വെക്കരുത്. നിങ്ങൾ എന്ത് ജോലിക്കാണോ അപേക്ഷിക്കുന്നത് അതിന് അനുയോജ്യമായ സ്കില്ലുകൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. മറ്റത് താഴെ വെക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വെക്കുക, എവിടെയെങ്കിലൊക്കെ വർക്ക് ചെയ്തോ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്തത്. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിങ്ങൾ ഡിഗ്രി മുതൽ മുകളിലോട്ടുള്ളത് മതി. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഫഷണൽ ഡിപ്ലോമ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം, സർട്ടിഫിക്കേഷൻസ് ഒക്കെ. അല്ലാണ്ട് നിങ്ങളെ +1 +2 ഹയർ സെക്കൻഡറി പഠിച്ചതും 10th പഠിച്ചതൊന്നും കാര്യമില്ലായിരുന്നു. അതുപോലെ കൂടുതൽ പേഴ്സണൽ പാസ്പോർട്ട് നമ്പർ, ഉമ്മാടെ പേര്, ഉപ്പാടെ പേര്, ഇതൊന്നും കമ്പനിക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങളെ ബേസിക് ഡീറ്റെയിൽസ്, പേര്, നിങ്ങളുടെ ജെൻഡർ എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് അറിയണം, നിങ്ങളുടെ പ്രായം അറിയേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ജെൻഡർ ഉണ്ടെങ്കിൽ അതറിയാം, മാരീഡ് ആണോ, മെറിറ്റൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ നിങ്ങളിപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഏത് വിസയാണ്, വിസ സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കാം. SBI ലൈഫ്, നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി.